എല്ലാം BJP ആകണം. വേണം എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്നുള്ള പ്ലാനിലാണ്. മനസ്സിലായില്ലേ? നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ സേവി ചെന്ന് എങ്ങനെ BJP ചെയ്തെന്ന് ചോദിക്കുക പോരെ. അയ്യോ, 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഇതുകൂടെ ഇതിൽ ഇത്ര വൃത്തികേട് കാണിക്കാനുണ്ടോ? പഴം പുഴുങ്ങിയ ജീവിതം കൊള്ളാം. മോശം, വളരെ മോശം. ഇത്ര മോശമായത് അത് പറയാൻ നാണക്കേടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടഞ്ഞൊതുങ്ങിയിരിക്കാതെ കുടുംബസമേതം BJP ആയി. കുപ്പിയും പാട്ടയും പെറുക്കി വിറ്റ് വളരെ സാധാരണ നിലയിൽ ജീവിതം തുടങ്ങിയതാണ് ഈ അപ്പനും മകനും. സഫലത कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മോദി ഇന്ത്യയിൽ എന്താണ് സാർ? മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. പ്രകടനം അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ്. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയും തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതിനെ പോലൊരു പൊതുപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് BJPയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. കേരളത്തോട് മാത്രമായിട്ട് ഈ അവഗണന എന്തുകൊണ്ട് മോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചെയ്യുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഭാരതം 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ലോകത്ത് ഉയർന്നു വന്നത് മഹാനായ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. മോഡിയെ ക്രിമിനൽ കേസിൽ പെടുത്തി ജയിലിൽ ഇടുന്ന അഭിപ്രായക്കാരനായിരുന്നു. 10 വയസ്സ് പോലും ഗതിയില്ലാതായി. ഭയങ്കരമല്ലേ അങ്ങേര് വരിക എന്ന് ഭയങ്കരമാണ്. മാസ്മരികം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഇന്ത്യ മഹാരാജ്യത്തെ ജനതയെ മുഴുവൻ നല്ല നിലയിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പിന്തുണ വേണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഓന്ത് ഈ പ്രപഞ്ചത്തിലെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്നതാ. ആ റൊമാൻറ്റിക് ആയതാ കുഴപ്പമായി. കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരിച്ചിരി മണ്ണ് തപ്പും. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.